അവൻ്റെ വെളുപ്പിനത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് അവൻ വീണ്ടും കിടന്നുറങ്ങും കേട്ടോ. അന്നേരത്തേന് നമ്മളൊക്കെ എണീക്കും കേട്ടോ. കാരണം ഉറങ്ങി വെളുപ്പിനെ ഉറക്കം തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളപ്പണിയായിട്ട് നമ്മളങ്ങ് കൂടും കേട്ടോ. ഞാൻ ചെന്ന് ഇടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. എന്നാ കോളാടാ, എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ട് നീ ഇവിടെ കിടന്നുറങ്ങുവാണോടാ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് പിന്നെ വെളുപ്പിനെ കേട്ടോ. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരൂടെ സെറ്റിയെ കിടന്ന് എന്നെ പറ്റി സമാധാനപ്രിയമായിട്ട് കിടന്നുറങ്ങിയിട്ട് രണ്ടുപേരൂടെ ഒരേ സമയം ഇങ്ങനെ ഇത് സെറ്റിയിൽ ഇങ്ങനെ കിടക്കണത് കാണാറില്ല കേട്ടോ. അപ്പം അല്ലെങ്കിൽ പിന്നെ വലിയ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാവണം. സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശല്യം ചെയ്യേണ്ട. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബോറടിക്കുമ്പോൾ ഞാൻ വന്ന് തൂത്ത് തിരുമ്മി അവരോട് വർത്താനം പറഞ്ഞിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഇച്ചിരി പണി പെൻഡിങ്ങിലായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉറക്കം വരുന്നുണ്ട്, രണ്ടുപേർക്കും കിടക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളപ്പണിയിലേക്ക് പോയി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നല്ല പച്ചമാങ്ങ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടോ? ഒന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണേ. ഒരു 2-3 ദിവസത്തേക്ക് ഈസി ആയിട്ട് കറി ഇരിക്കുകയും ചെയ്യുന്നതുള്ളൂ കേട്ടോ. സാധാരണ പോലെ തന്നെ നമ്മൾ വറുത്തരയ്ക്കുന്ന കൂട്ടുപോലെ തന്നെ തേങ്ങയും ഇഞ്ചിയും കറിവേപ്പില ഉള്ളി അങ്ങനെ 2 വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ മുളക് മല്ലി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കായം മസ്റ്റാട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പം മാങ്ങയും ഉള്ളിയോ അല്ലെ സവാളയോ 2 പച്ചമുളകോ കറിവേപ്പില ഇട്ടങ്ങ് വേവിക്കുക. പിന്നെ ഈ അരച്ചരപ്പൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കി കടുക് വേണേൽ പൊട്ടിക്കാം. കാരണം നമ്മൾ തേങ്ങ വറുത്തത് എണ്ണയ്ക്കകത്തല്ല, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കറി സെറ്റായി കേട്ടോ. വേറെ ചെറുകറിയായി. പിന്നെ 2-3 വാഴയ്ക്ക ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടായ വാഴക്കല്ല കേട്ടോ. അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളവും പിന്നെ കുറച്ച് ചാണകം പച്ചച്ചാണകമൊക്കെ ഇട്ട് മാത്രം ഉണ്ടാക്കിയ വാഴക്കല്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട കേസില്ല. അപ്പം ഞാനത് മൊത്തമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇച്ചിരി സവാളയൊക്കെ അരിയുക, കായും ഇച്ചിരി വലിപ്പത്തിലോ ചെറുതായിട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക. കുറച്ച് തേങ്ങയും പിന്നെ ഇച്ചിരി സവാളയോ മഞ്ഞൾപ്പൊടിയോ ഇച്ചിരി പച്ചമുളകോ ഒക്കെ ഇട്ട് ഒന്നുകിൽ അരയ്ക്കാം, ഒതുക്കിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ ചുമ്മാ കൈ കൊണ്ടങ്ങ് തിരുമ്മി കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ വെന്ത വാഴയ്ക്ക ഒരു കുക്കറിൻ്റെ അകത്തോട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഡയറക്റ്റ് പാത്രത്തിലോ വെച്ച് വേവിക്കുക, എടുത്താൽ മതി കേട്ടോ. അപ്പം അതങ്ങ് ഉടയും. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കി കടുകൊന്നും പൊട്ടിക്കേണ്ട കേസില്ല കേട്ടോ. നമ്മുടെ ഈ ചക്കപ്പുഴുക്കൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. കാരണം ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് വെറുതെ കൊലപ്പെടുത്തണ്ടെന്നാണ് എൻ്റെ ധാരണ കേട്ടോ. അപ്പം നമുക്കിത് ചോറ് എന്നിട്ട് കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഈ ഏത്തക്കയ്ക്കകത്തൊക്കെ നല്ല ഗുണമുള്ളതല്ലേ. അപ്പം അങ്ങനെ ആ കറി ഞാൻ സെറ്റാക്കി കേട്ടോ. അപ്പം ഇത് കഴിക്കാനും ടേസ്റ്റാട്ടോ, ആരോഗ്യത്തിനും ഭയങ്കര ഗുണമുള്ള സാധനം. അതിനിടയ്ക്ക് വാഴപ്പിണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ. ഇപ്പം വാഴപ്പിണ്ടിയുടെ സീസണാണല്ലോ. അപ്പോൾ പിന്നെ രണ്ടുപേരും അതിനിടയ്ക്ക് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു കേട്ടോ. എന്നാ പറ്റി കുഞ്ഞു വേണ്ട കഴിച്ചടി വേണ്ട അതിവിടെ വയ്ക്കാം. കൊച്ചിനല്ല വേണ്ടേ ദേവൻ തട്ടിക്കൊടു പിടിച്ചു. അങ്ങനെ പോയി. എന്റെ ഈശോ അറിയാതെ കൊച്ചിന് ഇത്തിരി ക്ഷാമ. അമ്മ ആട്ടെ ഇപ്പൊ തരാട്ടാ. അമ്മ തരാവേ, ഇപ്പൊ തരാവേ. ഇടയ്ക്കത്തെ ഒരു എനർജി ബൂസ്റ്റ് പോലെ അവർ വന്ന് ഒരു കുഞ്ഞു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചൂടെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഞാൻ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കൊത്തിയരിക, ഉള്ളി, ഇഞ്ചിയും കറിവേപ്പില ഇങ്ങനെയുള്ള എല്ലാം കൂടെ
അരിയുക. വാഴപ്പിണ്ടിയും കുത്തി അരിയുന്നത് കേട്ടോ, അത് നമ്മുടെ ഇഷ്ടത്തിനാണ്, എടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മുട്ട അതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് ചിക്കി പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ തൊട്ടപ്പുറേ വാഴത്തോട്ടത്തിൽ ഒരു ചെമ്പരത്തി ഈ പൂത്ത് നിൽപ്പുണ്ട്, എപ്പോഴും ഉള്ളതാട്ടോ. അപ്പം ഞാൻ ഒന്നുകിൽ അത് കളയാണ്ട് എടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കും, അല്ലെ മുട്ട പൊരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെ ഇടും. ഇങ്ങനെ പതിവുള്ളതാട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് 5-6 പൂവുണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്ത് ചിക്കി പൊരിച്ചിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ വാടിപ്പോകുമല്ലോ, അതാട്ടോ എൻ്റെ പൊളിതി. അപ്പം അത് വിട്ട് അങ്ങനെ ആ മുട്ടയും സെറ്റാക്കി എടുക്കും കേട്ടോ. ഏത് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഓക്കെ ആയി. ഒരു ചെവി മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ഹലോ തക്കടു, അമ്മ പൊന്നെ, മാമുണ്ണണ്ടേ, അമ്മമ്മ വന്നേ. ഹലോ, ഉറങ്ങിപ്പോയോ? പപ്പ വരുന്നവരും വരെ പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ വാ 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 വാ, കം കം കം. അമ്മമ്മ എത്തി വെച്ചേക്കുന്നു ചിക്കൻ ചിക്കൻ ചിക്കൻ. എടാ പാടാ കുഞ്ഞേ, തേ പോണു. വന്നേ പാ വന്നേ, ഞാൻ വഴക്കുറിട്ടു. നീ അമ്മയുടെ പൊന്നാര മുത്തിഞ്ഞ് വന്നേ. ആ ചെല്ലു 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 ചെല്ലു, ഓടിപ്പോണ്ടേ ചമ്പുടുവേ. ചിക്കൻ മണം, ആ പൊരിച്ച കോഴിൻ്റെ മണം. ഓക്കെ 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 ഓക്കെ. ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മേളിലേക്ക് കയറ്റി വിടാൻ സമ്മതിച്ചില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലാണ്, നല്ല ചൂടും കേട്ടോ. അതുങ്ങൾ അവിടെ വെള്ളം പോലും കുടിക്കാണ്ട് കിടക്കുകയുള്ളൂ. വെള്ളം എടുത്ത് വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പലക ഞാൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് സ്ഥിരം ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ഈ പലക എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം അവർ വന്ന് സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ അവർ വന്ന് കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ, റൂമിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പലക എടുത്ത് വെച്ചിട്ടാണ് ഇവരെ പുറത്തുനിന്ന് ഞങ്ങൾ ഇവരുടെ കിടക്കുന്നിടത്തുനിന്ന് പുറത്തെ ഷെൽട്ടറിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പം അവർക്ക് മണ്ടയിലേക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. അവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് താഴത്തെ നിലയിൽ കൂടെ നടക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇരുട്ട് അവർക്ക് ഇത്തിരി പേടിയാണ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാട്ടോ പേടി. അത് കഴിഞ്ഞ് പിന്നെ അവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ മേളിൽ പോയി കിടക്കാഞ്ഞിട്ട്. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി കൊടുത്തു. അപ്പനെ നോക്കിയിരിക്കുക. എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. ഉറങ്ങുമൊന്നും വേണ്ട മക്കളെ. പപ്പ പോയിട്ട് വന്നോളൂല്ലോ, പിന്നെ എന്നാ ഇങ്ങനെ നോക്കി. ഇതേ അമ്മ പാപ്പ ഉണ്ടാക്കിയായിരുന്നു, കഴിച്ചു വയ്ക്കുക. അപ്പം വേണ്ടോ, നിനക്ക് വേണം? വേണ്ട വേണ്ടോ, നമ്മുടെ പൊന്നു തിന്നെ, നല്ല പൊന്നല്ലേ. എന്നിട്ട് ടാറ്റപ്പാ എന്നിട്ട് ഇത് കഴിച്ച ടാറ്റപ്പാ. ആ കഴിക്കടി പ്ലീസ്. കഴിക്കും മോനെ, നല്ല ഗോതമ്പിൻ്റെ നെയ്യൊക്കെ ചേർത്തല്ലേ, പിന്നെ എന്നാ. ഹലോ എക്സ്ക്യൂസ് മീ, കഴിക്കടാ കുട്ടി. പകൽ കിടന്ന് വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങുന്ന 2 എണ്ണമാണ്. ഇരിക്കുന്ന ഇരിപ്പുണ്ടോ?